ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിൽ ഞാൻ മാക്സിമം സ്റ്റാറ്റിക് GK കൂടി ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാറ്റിക് GK സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ക്ലാസ് റെഗുലറായിട്ട് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റാറ്റിക് GK കൂടെ പഠിച്ച് കവർ ചെയ്യാവുന്നതാണ്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റിക് GK ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Indian Banks Association moves RBI seeking license to set up a rupees 6,000 crore bad bank. The Indian Banks Association has moved an application to the Reserve Bank of India seeking license to set up a 6,000 crore national asset reconstruction company or bad bank. അപ്പോൾ 6,000 കോടി രൂപയ്ക്ക് വേണ്ടിയിട്ടുള്ള ലൈസൻസ് വേണ്ടിയിട്ട് RBIക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അത് നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി അല്ലെങ്കിൽ ബാഡ് ബാങ്ക് എന്ന് പറയുന്ന ഇത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ ഇങ്ങനൊരു ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. RBI has its process and procedure for granting license for such business, sources said, adding it could take next few weeks to obtain license from the regulator. ബാഡ് ബാങ്ക് എന്ന് വെച്ചാൽ ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചർ ഐസൊലേറ്റ്സ് റിസ്കി അസറ്റ്സ് ഹെൽഡ് ബൈ ബാങ്ക്സ് ഇൻ സെപ്പറേറ്റ് എൻറ്റിറ്റി. അപ്പോൾ റിസ്കി അസറ്റ്സിനെ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയിലേക്ക് മാറ്റുന്നതാണ് ഈ ബാഡ് ബാങ്ക് എന്ന് പറയുന്നത്. സോ ഈ ന്യൂസിൽ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും വന്നിട്ടുണ്ട്, RBIയും വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ രണ്ടിൻ്റെയും നമുക്ക് സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ നോക്കാം. ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ ഫൗണ്ട് ചെയ്തത് 26 സെപ്റ്റംബർ 1946 ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ്റെ CEO സുനിൽ മെഹ്തയാണ്. ചെയർമാൻ രാജ്കിരൺ റായ് ജിയാണ്. നെക്സ്റ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റാറ്റിക് GK ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1 ഏപ്രിൽ 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. ഇപ്പോഴത്തെ ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. 4 ഡെപ്യൂട്ടി ഗവർണേഴ്സാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കുള്ളത്. ഫസ്റ്റ് മഹേഷ് കുമാർ ജെയിൻ, പിന്നെ മൈക്കിൾ ദേബാത്ര പത്ര, പിന്നെ M രാജേശ്വർ റാവ്, T രവിശങ്കർ. ഇവരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ്. അതേപോലെ RBIക്ക് ഫുള്ളി ഓൺഡ് ആയിട്ടുള്ള 4 സബ്സിഡറികളാണ് ഉള്ളത്. അതിലത്തെ ഫസ്റ്റാണ് DICGC, അതായത് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ, പിന്നെ NHB നാഷണൽ ഹൗസിംഗ് ബാങ്ക്, പിന്നെ BRBN MPL അതായത് ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡ്, പിന്നെ IFTAS അതായത് ഇന്ത്യൻ ഫിനാൻഷ്യൽ ടെക്നോളജി ആൻഡ് അലൈഡ് സർവീസസ്. ഈ 4 എണ്ണമാണ് RBIയുടെ സബ്സിഡറികൾ. നെക്സ്റ്റ് ന്യൂസ് GI ടാക്സ് കിട്ടിയ 2 ഐറ്റത്തിൻ്റെ ന്യൂസാണ്. കുട്ടിയാറ്റൂർ മാംഗോ ആൻഡ് എടയൂർ ചില്ലി ഗെറ്റ്സ് ജോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്സ്. അപ്പോൾ കുട്ടിയാറ്റൂർ മാംഗോ ആൻഡ് എടയൂർ ചില്ലി ഗെറ്റ്സ് ജോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ഫ്രം ദ GI രജിസ്ട്രി അറ്റ് ചെന്നൈ. Following applications from the growers of respective regions, Intellectual Property Cell of Kerala Agriculture University and facilitated the registration process. The fruit of Edayur chilli is a drooping berry, solitary with a moderately triangular shape. അപ്പോൾ ഈ 2 ഐറ്റത്തിനാണ് കുട്ടിയാറ്റൂർ മാംഗോവിനും അതേപോലെ എടയൂർ ചില്ലിക്കുമാണ് ഇപ്പോൾ GI ടാഗ് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് മഹാരാഷ്ട്രയിലത്തെ അലിബോഗ് വൈറ്റ് ഒണിയന് GI ടാഗ് കിട്ടിയതാണ്. അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് കാരണം കൊണ്ടാണ് അതിന് GI ടാഗ് കിട്ടിയിട്ടുള്ളത്. മഹാരാഷ്ട്രയിലത്തെ അലിബോഗ് വൈറ്റ് ഒണിയനാണ് കിട്ടിയിട്ടുള്ളത്. Alibog white onion was given the geographical indication tag, bringing worldwide recognition to its unique sweet taste, no tears factor, as well as its medicinal properties. അപ്പോൾ ഉള്ളി മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ണിന് വെള്ളം വരും, അത് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഈ അലിബോഗ് വൈറ്റ് ഒണിയൻ എന്ന് പറയുന്ന അലിബോഗ് വൈറ്റ് ഒണിയൻ മഹാരാഷ്ട്രയിലത്തെ ഉണ്ടാവുന്ന അലിബോഗ് വൈറ്റ് ഒണിയന് അങ്ങനത്തെ ഒരു ടിയർ ഫാക്ടർ ഇല്ല. അതേപോലെ സ്വീറ്റ് ടേസ്റ്റുമാണ്, മെഡിസിനൽ പ്രോപ്പർട്ടീസിനും കൂടിയിട്ടാണ് ആ ഒരു ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് കൊടുത്തിരിക്കുന്നത്. അപ്പം മഹാരാഷ്ട്ര റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് നമുക്ക് മഹാരാഷ്ട്രയുടെ കുറച്ച് സ്റ്റാറ്റിക് GK നോക്കാം. മഹാരാഷ്ട്രയുടെ ക്യാപിറ്റൽ മുംബൈയിലാണ്. മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ ഉദ്ധവ് താക്കറെയാണ്. മഹാരാഷ്ട്ര ഗവർണർ ഭഗത് സിംഗ് കോഷിയാരിയാണ്. പിന്നെ ചന്ദോലി നാഷണൽ പാർക്ക്, ഗുഗമൽ നാഷണൽ പാർക്ക്, നവേഗോൺ നാഷണൽ പാർക്ക്,
തദോബ നാഷണൽ പാർക്ക്, ഇതെല്ലാം മഹാരാഷ്ട്രയിലത്തെ നാഷണൽ പാർക്സിൻ്റെ പേരാണ്. പിന്നെ കോയ്ന വൈൽഡ് ലൈഫ് സാങ്ച്വറി, തൻസ വൈൽഡ് ലൈഫ് സാങ്ച്വറി, മാൽവാൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഫൺസദ് വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഗോഡാസാരി വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇതെല്ലാം മഹാരാഷ്ട്രയിലത്തെ വൈൽഡ് ലൈഫ് സാങ്ച്വറികളുടെ പേരാണ്. പിന്നെ കോയ്ന റിവറിലത്തെ കോയ്ന ഡാം മഹാരാഷ്ട്രയിലാണുള്ളത്. ബത്സ റിവർ ബത്സ ഡാം മഹാരാഷ്ട്രയിലാണുള്ളത്. ഗിർന റിവറിലത്തെ ഗിർന ഡാമും മഹാരാഷ്ട്രയിലാണുള്ളത്. രാധാനഗരി ഡാം, ഭോഗവതി റിവറിലത്തെ രാധാനഗരി ഡാമും മഹാരാഷ്ട്രയിൽ തന്നെയാണുള്ളത്. മഹാരാഷ്ട്രയുടെ ഒരു ഡാൻസ് ഫോമാണ് ലാവാണി, എങ്ങനെ വേണമെങ്കിലും വായിക്കാം, ലാവണി. പിന്നെ താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷനും ജയ്റ്റാപൂർ ന്യൂക്ലിയർ പവർ പ്രൊജക്റ്റും മഹാരാഷ്ട്രയിലാണുള്ളത്. ഛത്രപതി ശിവാജി ഇൻ്റർനാഷണൽ എയർപോർട്ട് മഹാരാഷ്ട്രയിലാണുള്ളത്. ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ഇൻ്റർനാഷണൽ എയർപോർട്ടും മഹാരാഷ്ട്രയിലാണുള്ളത്. നെക്സ്റ്റ് ന്യൂസ്, ട്യൂണീഷ്യാസ് പ്രസിഡന്റ് നെയിംസ് നജ്ല ബൗഡൻ ആസ് കൺട്രീസ് ഫസ്റ്റ് ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ. അപ്പോൾ ഫസ്റ്റ് ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ ആയത് ട്യൂണീഷ്യയുടെ ഫസ്റ്റ് ഫീമെയിൽ പ്രസിഡൻ്റാണ് ആയിട്ട് ഇപ്പോൾ എലക്റ്റ് ആയതാണ് നജ്ല ബൗഡൻ. പ്രസിഡൻ്റാണ് നെയിം ചെയ്തത്. ട്യൂണീഷ്യാസ് പ്രസിഡന്റ് നെയിംഡ് ജിയോളജിസ്റ്റ് നജ്ല ബൗഡൻ as the country's first ever female prime minister designate to form a government with a limited executive clout after the president seized wide-ranging powers 2 months ago. അപ്പോൾ ട്യൂണീഷ്യയുടെ ഫസ്റ്റ് ഫീമെയിൽ പ്രസിഡൻ്റായി നജ്ല ബൗഡൻ. ട്യൂണീഷ്യയുടെ പ്രസിഡൻറ്റിൻ്റെ പേരാണ് കൈസ് സയ്യിദ് ആണ് ട്യൂണീഷ്യയുടെ പ്രസിഡൻറ്റ്. ട്യൂണീഷ്യയുടെ ക്യാപിറ്റൽ ട്യൂണിസ് ആണ്. കറൻസി ദിനാറാണ്. ട്യൂണിസ് ദിനാർ. നെക്സ്റ്റ് ന്യൂസ്, വേൾഡ് ടീച്ചേഴ്സ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് October 5th ആണ്. വേൾഡ് ടീച്ചേഴ്സ് ഡേ. അപ്പോൾ വേൾഡ് ടീച്ചേഴ്സ് ഡേ ഓർ ഇൻ്റർനാഷണൽ ടീച്ചേഴ്സ് ഡേ ഈസ് ഒബ്സർവ്ഡ് എവറി ഇയർ on October 5th to consider issues related to teachers and teaching. It focuses on appreciation, assessment and changes required for teachers and is also an occasion to honor teachers for their contribution towards students. വേൾഡ് ടീച്ചേഴ്സ് ഡേ ഇസ് ഒബ്സർവ്ഡ് സിൻസ് 1994 മുതൽ വേൾഡ് ടീച്ചേഴ്സ് ഡേ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ വർഷത്തെ തീം വേൾഡ് ടീച്ചേഴ്സ് ഡേയുടെ ഈ വർഷത്തെ തീമാണ് ടീച്ചേഴ്സ് അറ്റ് ദ ഹാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ റിക്കവറി. ആണ് ഈ വർഷത്തെ വേൾഡ് ടീച്ചേഴ്സ് ഡേയുടെ തീം. വേൾഡ് ടീച്ചേഴ്സ് ഡേ ഒബ്സർവ് ചെയ്യുന്നത് October 5th. നെക്സ്റ്റ് ന്യൂസ്, ക്രിസിൽ അപ്പോയിൻറ്റ്സ് അമീഷ് മെഹ്ത ആസ് MD ആൻഡ് CEO. അപ്പോൾ അമീഷ് മെഹ്ത വിൽ ടേക്ക് ഓവർ ആസ് മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ക്രിസിലിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് അമീഷ് മെഹ്തേനെ അപ്പോയിൻറ്റ് ചെയ്തു എന്നാണ് ന്യൂസ്. മെഹ്താസ് അപ്പോയിൻമെൻറ്റ് വിൽ ബി ഇഫക്റ്റീവ് ഫ്രം 1st October 2021. ദ വെറ്ററൻ വിൽ ടേക്ക് ഓവർ ഫ്രം ആഷു സുയേഷ്. അപ്പോൾ ആഷു സുയേഷാണ് ഇതിൻ്റെ മുമ്പത്തെ MD ആൻഡ് CEO. അപ്പോൾ അമീഷ് മെഹ്തയായി ക്രിസിലിൻ്റെ MD ആൻഡ് CEO. അപ്പോൾ ക്രിസിലിൻ്റെ കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ക്രിസിൽ ഫൗണ്ട് ചെയ്തത് 1987 ക്രിസിലിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. ക്രിസിലിൻ്റെ CEO ആഷു സുയേഷ് ആയിരുന്നു. ഇപ്പോൾ MD ആൻഡ് CEO ആയത് അമീഷ് മെഹ്തയാണ്. ഇവിടെ ആഷു സുയേഷ് തന്നെ എഴുതിയാണ്, മാറി ഇപ്പോൾ അമീഷ് മെഹ്തയാണ് ക്രിസിലിൻ്റെ MD ആൻഡ് CEO. നെക്സ്റ്റ് ന്യൂസ്, ഹയേഴ്സ് എറിക് ബ്രഗാൻസ അപ്പോയിൻറ്റഡ് ആസ് CEAMA പ്രസിഡന്റ്. CEAMA എന്താണെന്ന് നോക്കാം. ദ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ, അതാണ് CEMAയുടെ ഫുൾ ഫോം. അപ്പോൾ ആ CEMAയുടെ പ്രസിഡൻ്റായിട്ട് എറിക് ബ്രഗാൻസ, ഹെയർ എന്ന് പറയുന്ന കമ്പനിയുടെ എറിക് ബ്രഗാൻസേനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ് CEMA പ്രസിഡൻ്റായിട്ട്. എറിക് ബ്രഗാൻസ ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ഇറ്റ്സ് പ്രസിഡന്റ് ഫോർ എ 2-year term. 2-year termനാണ് ഈ ഒരു അപ്പോയിൻമെൻറ്റ് നടന്നിരിക്കുന്നത്. അപ്പോൾ 1978 CEMA എസ്റ്റാബ്ലിഷ് ചെയ്തത്. നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. പ്രൊഫസർ എറിക് ഹനുഷേക്ക് ആൻഡ് ഡോക്ടർ രുക്മിണി ബാനർജി awarded the 2021 ഇദാൻ പ്രൈസ്, ദ വേൾഡ്സ് ഹയസ്റ്റ് എഡ്യൂക്കേഷൻ അക്കോളൈഡ്. അപ്പോൾ എഡ്യൂക്കേഷൻ ഫീൽഡിൽ കൊടുക്കുന്ന ഏറ്റവും ഹയസ്റ്റ് പ്രൈസാണ് ഇദാൻ പ്രൈസ്. അപ്പോൾ 2021 ഇദാൻ പ്രൈസ് രുക്മിണി ബാനർജി അതേപോലെ എറിക് ഹനുഷേക്കിനാണ്. പ്രൊഫസറായ എറിക് ഹനുഷേക്കിനാണ്
ലഭിച്ചിരിക്കുന്നത്. ഔട്ട് ഓഫ് 130 നോമിനേറ്റഡ് കൺട്രീസ്, ഡോക്ടർ രുക്മിണി ബാനർജി Pratham CEO has been awarded the 2021 IDAN Prize for Education Development for improving learning outcomes in school at scale. അപ്പോൾ രുക്മിണി ബാനർജിക്കും എറിക് ഹനുഷേക്കിനുമാണ് ഇദാൻ പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. പ്രൊഫസർ എറിക് ഹനുഷേക്കും ഡോക്ടർ രുക്മിണി ബാനർജിക്കുമാണ് ഇത് ലഭിച്ചിരിക്കുന്നത്. എഡ്യൂക്കേഷൻ ഫീൽഡിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രൈസാണ് ഇദാൻ പ്രൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ന്യൂസ്, ശക്തി സിൻഹ ഫോർമർ ബ്യൂറോക്രാറ്റ് ആൻഡ് പ്രൈവറ്റ് സെക്രട്ടറി ടു ഫോർമർ പ്രൈം മിനിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയി പാസസ് അവേ. അപ്പോൾ ശക്തി സിൻഹ ഫോർമർ ബ്യൂറോക്രാറ്റും അതേപോലെ പ്രൈവറ്റ് സെക്രട്ടറി ടു ഫോർമർ പ്രൈം മിനിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയി, അടൽ ബിഹാരി വാജ്പേയിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ശക്തി സിൻഹ അന്തരിച്ചു എന്നാണ് ന്യൂസ്. അപ്പോൾ ശക്തി സിൻഹ ഫോർമർ ബ്യൂറോക്രാറ്റ് ആൻഡ് അക്കാഡമീഷ്യൻ who was private secretary to the late Prime Minister Adal Bihari Vajpayee passed away. He was 64. അപ്പോൾ ശക്തി സിൻഹയാണ് പ്രൈം മിനിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും അതേപോലെ ഫോർമർ ബ്യൂറോക്രാറ്റുമായിരുന്ന ശക്തി സിൻഹ അന്തരിച്ചു. നെക്സ്റ്റ് ന്യൂസ്, ശ്രീ മൻസുഖ് മണ്ടാവിയ യൂണിയൻ മിനിസ്റ്റർ ഫോർ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ലോഞ്ചസ് iDrone, ICMR's ഡ്രോൺ ബേസ്ഡ് വാക്സിൻ ഡെലിവറി മോഡൽ. അപ്പോൾ ഡ്രോൺ ബേസ്ഡ് വാക്സിൻ ഡെലിവറി മോഡലായ iDrone എന്ന് പറയുന്നത് ലോഞ്ച് ചെയ്തു. ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ മിനിസ്റ്ററായ മൻസുഖ് മന്ദാവിയാണ് ഈ iDrone ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് ഫോർ ദ ഫസ്റ്റ് ടൈം ദാറ്റ് എ മേക്ക് ഇൻ ഇന്ത്യ ഡ്രോൺ ഹാസ് ബീൻ യൂസ്ഡ് ഇൻ ദ സൗത്ത് ഏഷ്യ to transport COVID vaccine over an aerial distance of 15 kilometers in 12 to 15 minutes from the Bishnupur district hospital to Loktak Lake, Karang Island in Manipur for administration at the PHC. പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രോണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 12 മുതൽ 15 മിനിറ്റിൻ്റെ ഉള്ളിൽ 15 കിലോമീറ്റർ ഡിസ്റ്റൻസാണ് ഈ ഒരു ഡ്രോണ് സഞ്ചരിക്കുക. അപ്പോൾ അത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ട് അവിടെ ആ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിലേക്ക് വാക്സിൻ എത്തിക്കാനാണ് ഈ iDrone ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ലോഞ്ച് ചെയ്ത ആളുടെ പേരാണ് മൻസുഖ് മണ്ടാവിയ. മൻസുഖ് മണ്ടാവിയ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്. ഡയറക്ടർ ജനറൽ ഓഫ് ICMR ബൽറാം ഭാർഗവയാണ്. അടുത്തത്, സെയ്ച്ചിലീസ് ടാക്സ് ഇൻസ്പെക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്. സെയ്ച്ചിലീസിൻ്റെ ടാക്സ് ഇൻസ്പെക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് ഇന്ത്യ. അപ്പോൾ ടാക്സ് ഇൻസ്പെക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എ ജോയിൻറ്റ് ഇനീഷ്യേറ്റീവ് ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആൻഡ് ദ ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ലോഞ്ച് ഇറ്റ്സ് പ്രോഗ്രാം ഇൻ സെയ്ച്ചിലീസ് ഓൺ October 4, 2021. India was chosen as the partner administration and has provided a tax expert for this program. അപ്പോൾ ഇന്ത്യയാണ് അവർ പാർട്ട്ണർഷിപ്പായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ഒരു സെയ്ച്ചിലീസിൻ്റെ ടാക്സ് ഇൻസ്പെക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. സോ സെയ്ച്ചിലീസ് ആണ് ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നത്, ടാക്സ് ഇൻസ്പെക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് ഇന്ത്യയായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ന്യൂസ്, രജനീഷ് ശർമ്മ എക്സ് CGM ഓഫ് BOB ബാങ്ക് ഓഫ് ബറോഡ അപ്പോയിൻറ്റഡ് അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ശ്രീ ഫേംസ് RBI ടു ഇനീഷ്യേറ്റ് ഇൻസോൾവൻസി പ്രൊസീഡിങ്സ്. അപ്പോൾ രജനീഷ് ശർമ്മ എക്സ് CGM ഓഫ് ബാങ്ക് ഓഫ് ബറോഡ ആയിരുന്ന രജനീഷ് ശർമ്മ അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ശ്രീ ഫേംസിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രജനീഷ് ശർമ്മ ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ അഡ്മിനിസ്ട്രേറ്റർ ഓഫ് NBFC ശ്രീ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് ലിമിറ്റഡ് ആൻഡ് ശ്രീ എക്യുപ്മെൻറ്റ് ഫിനാൻസ് ലിമിറ്റഡ്. അപ്പോൾ ശ്രീ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് ലിമിറ്റഡ് ആൻഡ് ശ്രീ എക്യുപ്മെൻറ്റ് ഫിനാൻസ് ലിമിറ്റഡിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് രജനീഷ് ശർമ്മയെ അപ്പോയിൻറ്റ് ചെയ്തു. നെക്സ്റ്റ് ന്യൂസ്, SBI ലോഞ്ചസ് NAV ഇ-ക്യാഷ് കാർഡ് ഇൻ കൊളാബറേഷൻ വിത്ത് ഇന്ത്യൻ നേവി. അപ്പോൾ ഇന്ത്യൻ നേവി ആയിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് SBI NAV ഇ-ക്യാഷ് കാർഡ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. The State Bank of India announced the launch of SBI's NAV e-cash card on INS Vikramaditya, the largest naval aircraft carrier of India. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഈ ഒരു NAV ഇ-ക്യാഷ് കാർഡ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫൗണ്ട് ചെയ്തത് 1 ജൂലൈ 1955 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്.
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ ദിനേഷ് കുമാർ ഖാരെയാണ്. ടാഗ് ലൈൻസ്, കുറേ ടാഗ് ലൈൻസ് ഉണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ നേഷൻ ബാങ്ക്സ് ഓൺ അസ്, പ്യുവർ ബാങ്കിങ്, നത്തിങ് എൽസ്, വിത്ത് യു ഓൾ ദ വേ, എ ബാങ്ക് ഓഫ് ദ കോമൺ മാൻ, ദ ബാങ്കർ ടു എവറി ഇന്ത്യൻ. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത് ദ ബാങ്കർ ടു എവരി ഇന്ത്യൻ ആണ്. പക്ഷെ അത് മാത്രമല്ല സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ടാഗ് ലൈൻസ്. ഈ ബാക്കിയുള്ള ടാഗ് ലൈൻസ് ഈ പറഞ്ഞതൊക്കെ SBIയുടെ ടാഗ് ലൈൻസ് ആണ്. നെക്സ്റ്റ് ന്യൂസ്, ഡൽഹി മെട്രോ ടു ബിൽഡ് ഫസ്റ്റ് എവർ ഇൻറ്റഗ്രേറ്റഡ് ഫ്ലൈ ഓവർ കം മെട്രോ വിയാഡക്റ്റ് സ്ട്രക്ചർ വേർ ഫ്ലൈ ഓവർ ആൻഡ് മെട്രോ വിയാഡക്റ്റ് വിൽ റൺ പാരലൽ. അപ്പോൾ ഡൽഹി മെട്രോ ഫസ്റ്റ് എവർ ഇൻറ്റഗ്രേറ്റഡ് ഫ്ലൈ ഓവർ കം മെട്രോ വിയാഡക്റ്റ് സ്ട്രക്ചർ വേർ ഫ്ലൈ ഓവർ ആൻഡ് മെട്രോ വിയാഡക്റ്റ് വിൽ റൺ പാരലായിട്ട് ഓടുന്ന അത് ബിൽഡ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡൽഹി മെട്രോ ആണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, ആദ്യമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഡൽഹി മെട്രോ ആൻ ഇൻറ്റഗ്രേറ്റഡ് ഫ്ലൈ ഓവർ കം മെട്രോ വിയാഡക്റ്റ് സ്ട്രക്ചർ along with a vehicle underpass is being built near Surgat on the Majlis Park, Mojpur corridor of phase 4 in northeast Delhi in association with the PWD. അപ്പോൾ ഡൽഹി മെട്രോ ആണ് ഈ ഒരു ഫ്ലൈ ഓവർ കം മെട്രോ വിയാഡക്റ്റ് സ്ട്രക്ചർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. So next news, US duo Davis Julius and Ardem Patapoutian wins 2021 Nobel Prize in Medicine. അപ്പോൾ 2021 നോബൽ പ്രൈസ് ഇൻ മെഡിസിൻ നേടിയത് ഡേവിസ് ജൂലിയസും അതേപോലെ ആർഡം പറ്റാപൗഷ്യൻ ആണ്. USA സിറ്റിസൺസായ ഡേവിഡ് ജൂലിയസും ആർഡം പറ്റാപൗട്ടിയനും ആണ് ഈ വർഷത്തെ നോബൽ പ്രൈസ് ഇൻ മെഡിസിൻ നേടിയത്. അപ്പോൾ ഈ ഒരു അവാർഡിൻ്റെ അവാർഡ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൽകുന്നത് ഒരു ഗോൾഡ് മെഡലും അതേപോലെ 10 മില്യൺ സ്വീഡിഷ് ക്രോണയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ഒരുവിധം എല്ലാ ന്യൂസും കവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ അതിന് റിലേറ്റ് ആയി വരുന്ന സ്റ്റാറ്റിക് GK കൂടി ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. സോ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ കാണാം. താങ്ക് യു.